തൻ്റെ തന്നെ സുഖത്തിനായി സ്വയം മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവൻ, അല്ലെങ്കിൽ തൻ്റെ തന്നെ സൗകര്യത്തിനായി സ്വയം മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിൽക്കുന്നവൻ എല്ലാ നല്ല ജ്ഞാനത്തോടും എതിർത്ത് നിൽക്കുന്നു. ഒരു ക്രിസ്തുവിശ്വാസിയെ ദൈവം ഒരു കൂട്ടായ്മയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. സ്വന്തം സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി അവൻ ഏകനായി ജീവിക്കാൻ സാധ്യമല്ല. ഒരു സമൂഹത്തിൽ ജീവിക്കുവാൻ പരസ്പര സഹകരണവും സ്നേഹവും ആശ്രയവും ഒക്കെ ആവശ്യമായിരിക്കുന്നു. സ്വാർത്ഥനായ ഒരു വ്യക്തിക്ക് ദൈവസഭയുടെ അംഗമായി തുടരുക വളരെ പ്രയാസമാണ്. ആയതിനാലാണ് ക്രിസ്തു പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന്. അപ്പോൾ തന്നെ ദൈവഹിതമല്ലാത്ത സകലത്തിൽ നിന്നും അവൻ വേർപെട്ടിരിക്കേണ്ടതും ആവശ്യമാകുന്നു. സദൃശവാക്യങ്ങൾ 18-ാം അധ്യായം ശ്രദ്ധിച്ചാട്ടെ. മോശയിക ന്യായപ്രമാണത്തിന് കീഴിൽ ഉണ്ടായിരുന്ന ഒരു ഇസ്രായേലിലെ യുവാവിന് വേണ്ടി പ്രത്യേകം എഴുതപ്പെട്ടതാണെങ്കിൽ തന്നെ സദൃശവാക്യങ്ങൾ എല്ലാ സമയത്തേക്കും ഉള്ളതാണ്. എത്ര അർത്ഥവത്തായ ഉപദേശങ്ങളാണ് ഓരോ വാക്യത്തിലും നാം കാണുന്നത്. ഈ വാക്യങ്ങൾ പല പ്രാവശ്യം വായിക്കുകയും സ്വന്തം ജീവിതത്തിൽ അവ പ്രാവർത്തികമാക്കുവാൻ ശ്രദ്ധിക്കുകയും വേണം. ഈ പുസ്തകം ആശയസമ്പുഷ്ടവും പ്രധാനപ്പെട്ടതുമായ ഒന്നാകുന്നു എന്ന് ഇതിനോടകം മനസ്സിലായല്ലോ. നീണ്ട അനുഭവങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുത്ത ചെറിയ ചെറിയ വാചകങ്ങൾ. ജ്ഞാനത്തിൻ്റെ സ്കൂളിൽ പ്രവേശിക്കപ്പെട്ട നമ്മുടെ ഈ യുവാവ് തൻ്റെ പഠനത്തിലൂടെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അവനോടൊപ്പം നാം എല്ലാം സദൃശവാക്യങ്ങളിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 17-ാം അധ്യായം വരെ നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 18-ാം അധ്യായം നാം ഒരുമിച്ച് പഠിക്കുവാൻ പോകുകയാണ്. 18-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാൻ വായിക്കട്ടെ. കൂട്ടം വിട്ട് നടക്കുന്നവൻ സ്വേച്ഛയെ അന്വേഷിക്കുന്നു, സകല ജ്ഞാനത്തോടും അവൻ കയർക്കുന്നു. ഇവിടെ ഞാൻ എൻ്റെ തർജ്ജമ ഒന്ന് നൽകാം. തൻ്റെ തന്നെ സുഖത്തിനായി സ്വയം മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവൻ, അല്ലെങ്കിൽ തൻ്റെ തന്നെ സൗകര്യത്തിനായി സ്വയം മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിൽക്കുന്നവൻ എല്ലാ നല്ല ജ്ഞാനത്തോടും അല്ലെങ്കിൽ ഉപദേശത്തോടും എതിർത്ത് നിൽക്കുന്നു. ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം വേർപെട്ടിരിക്കുന്നു എന്ന വിഷയമാണ്. അതും ഇവിടെ പറയുന്നത് തെറ്റായ വിധത്തിലുള്ള വേർപെടലിനെ കുറിച്ചാണ്. സ്വന്തം താല്പര്യങ്ങൾക്കായി വേർപെട്ടിരിക്കുക, മറഞ്ഞിരിക്കുക. ഈ വേർപാട് എന്നുള്ള പ്രയോഗം നാം ഇക്കാലങ്ങളിൽ വളരെയധികം കേൾക്കുന്ന ഒന്നാണ്. സെപ്പറേഷൻ. മനുഷ്യകുലത്തിലെ ഏറ്റവും വലിയ വിഭജനം വേർപെടൽ ആകുന്നു. അത് രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തവരും തമ്മിലാണ്. അങ്ങനെ ഒരു വിഭജനമാകുന്നു ദൈവം കാണുന്നത്. നാം ചെയ്യുന്നത് പോലെ കറുത്തവർ, വെളുത്തവർ, ചുവന്നവർ, പിന്നെ മഞ്ഞയായവർ എന്നിങ്ങനെയുള്ള വിഭജനം ദൈവം ചെയ്യാറില്ല. അങ്ങനെ ഒന്ന് കാണുവാൻ ദൈവത്തിന് കഴിയില്ല എന്നത്രേ ഞാൻ പറഞ്ഞത്. എന്നാൽ ദൈവത്തെ അംഗീകരിച്ചവരും നഷ്ടപ്പെട്ടവരും തമ്മിലുള്ള ഒരു വേർപാടിനെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവരുടെ നടുവിൽ നിന്നും പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊള്ളും. നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കും. അശുദ്ധമായതിൽ നിന്നും തൻ്റെ ജനം തങ്ങളെ തന്നെ വേർപെടുത്തിയിരിക്കണമെന്ന് ദൈവം തന്നെ വ്യക്തമാക്കുന്ന കാര്യം ഈ ഭാഗത്തു നിന്നും മനസ്സിലായല്ലോ. അവിടുന്ന് പ്രത്യേകിച്ച് പറയുന്നത് വിഗ്രഹാരാധന, അസാൻമാർഗീയത, വൃത്തികെട്ട സംസാരം എന്നിവയെക്കുറിച്ചാണ്. ഈ പറഞ്ഞതിൽ നിന്നൊക്കെ ഒരു വേർപെടൽ ആവശ്യമാണ്. വാസ്തവത്തിൽ ഇത് യഥാർത്ഥത്തിലുള്ള വിഭജനമാകുന്നു. നിങ്ങളെ തന്നെ ദുഷ്ടതയിൽ നിന്നും വേർപെടുത്തുക. അങ്ങനെ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാകുന്നു. വേർപാടിന് ഊന്നൽ കൊടുത്തു പോകുന്ന അനേകം രക്ഷിക്കപ്പെട്ട ആളുകളുണ്ട്. അവർ അവരുടേതായ വിധത്തിൽ ഓരോ കൂട്ടങ്ങളുണ്ടാക്കി തെറ്റായ വിധത്തിലുള്ള വേർപാടാകുന്നു അനുഷ്ഠിക്കുന്നത്. ഭക്ഷണത്തിൽ നിന്നുള്ള വേർപാട്, വസ്ത്രധാരണത്തിൽ നിന്നുള്ള വേർപാട്. അവർ ബൈബിളിൽ എങ്ങും ഇല്ലാത്ത തങ്ങളുടേത് മാത്രമായ ചില കൽപ്പനകൾ ഉണ്ടാക്കുന്നു.
അവർ അവയെ അനുസരിച്ച് മറ്റുള്ള ദൈവമക്കളിൽ നിന്നും വേർപെട്ടിരിക്കണമെന്ന് ശഠിക്കുന്നു. അവർ ചിന്തിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നതിനാൽ അവർ ദൈവദൃഷ്ടിയിൽ പ്രത്യേകം അംഗീകാരമുള്ളവരായിരിക്കുമെന്നത്രേ. ദൈവം അവരെ ഈ വ്യത്യാസങ്ങളാൽ കൂടുതൽ അംഗീകരിക്കുമെന്നത്രേ അവർ ചിന്തിക്കുന്നത്. അവർ ഏതോ കൂടിയവരാകുന്നു എന്ന ഭാവമാണ് അവർക്കെപ്പോഴും ഉള്ളത്. പൊതുവെ പറഞ്ഞാൽ അവർ അങ്ങനെയല്ല. തങ്ങളുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കുന്ന ജഡത്തിൻ്റെ അനേകം തെളിവുകൾ അവർ വെളിപ്പെടുത്തുന്നു. ആയത് തെറ്റായ വിധത്തിലുള്ള ഒരു വേർപാടാണ്. സ്വന്തം സ്ഥാപിത താല്പര്യങ്ങൾക്കായിട്ടാണ് മിക്കപ്പോഴും ഇവർ ഈ വേർപാടിൻ്റെ മറ പിടിക്കുന്നത്. ഒന്നുകിൽ ആളുകളെ തങ്ങളോടൊപ്പം നിർത്തുന്നതിന്, അതല്ല എങ്കിൽ പേരിനും പെരുമയ്ക്കും വളരെ ധനമുണ്ടാക്കുന്നതിനുമുള്ള ശ്രമമാണ്. ഇവർ സാധാരണ പറയുന്നത് കേട്ടിട്ടില്ലേ, ആ കൂട്ടത്തിൽ പോയാൽ അതുണ്ടോ അല്ലെങ്കിൽ ഇതുണ്ടോ? ബൈബിളിൽ അങ്ങനെ അല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. എവിടെ നിന്നെങ്കിലും ഒരു വാക്യത്തിൻ്റെ മുറി പിടിച്ച് ഇവർ വേർപാടെന്ന് പറഞ്ഞ് മാറി നിൽക്കുവാൻ ശ്രമിക്കുന്നു. സ്വന്തം സൗകര്യത്തിനായി കൂട്ടം വിടുന്നവർ അനേകരാണിന്ന് എന്നുകണ്ട് തെറ്റിനോട് യോജിക്കണമെന്നല്ല, അനുരഞ്ജനം ഉണ്ടാകണമെന്നല്ല ഞാൻ പറഞ്ഞത്. അതൊരിക്കലും പാടില്ല. താങ്കൾ വേർപെടുവാൻ വ്യഗ്രതപ്പെടുമ്പോൾ സ്വയം ഒന്ന് ചോദിക്കുക, ഞാൻ എന്തിനു വേണ്ടിയാണ് വേർപെടുന്നത്? എൻ്റെ സൗകര്യത്തിന് എനിക്ക് മറ്റുള്ളവരോട് ചേർന്ന് പോകുവാൻ കഴിയാത്തത് കൊണ്ടാണോ എൻ്റേതായ ഈ ചെറിയ കൂട്ടമുണ്ടാക്കി ഞാൻ മാറുവാൻ ശ്രമിക്കുന്നത്? അവിശ്വാസികളുടെ കൂട്ടത്തിൽ വേർപാട് പറയുന്ന മറ്റൊരു ശക്തമായ വിഭാഗമുണ്ട്. ഈ സദൃശവാക്യത്തിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് അതാകുന്നു എന്ന് കാണുവാൻ കഴിയും. സ്വന്തം സുഖത്തിനു വേണ്ടി മറ്റുള്ളവരിൽ നിന്നും തന്നെ തന്നെ വേർപെടുത്തിയവൻ, ജ്ഞാനമായതെന്തും ശ്രദ്ധിക്കുവാൻ അവൻ തയ്യാറല്ല. യൂദാ തൻ്റെ ലേഖനത്തിൽ അവരെ വിശ്വാസത്യാഗികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യൂദായുടെ ലേഖനം 19 വാക്യത്തിൽ നാം വായിക്കുന്നത്, അവർ ഭിന്നതയുണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ, തങ്ങളെ തിരുത്തുമെന്ന് അവർക്ക് തോന്നുന്ന ഏതൊരു കൂട്ടത്തിൽ നിന്നും ഏതൊരു വ്യക്തിയിൽ നിന്നും അവരെ തന്നെ മാറ്റി ജീവിക്കുവാൻ ശ്രമിക്കുന്നു. പൊതുവെ അവർ വിശ്വാസത്യാഗികളാകുന്നു. അവർ സത്യത്തിൽ നിന്നും തങ്ങളെ തന്നെ അകറ്റി നിർത്തുന്നു. അവർ തീർച്ചയായും ഈ ലോകത്തിൽ വളരെയേറെ ദുഃഖം വരുത്തി വയ്ക്കുന്നവരാണ്. ഇനിയും 2 വാക്യം നോക്കിക്കാട്ട്, 18 അധ്യായത്തിൻ്റെ 2 വാക്യം. തൻ്റെ മനസ്സ് വെളിപ്പെടുത്തുന്നതിലല്ലാതെ മൂഢന് ബോധത്തിൽ ഇഷ്ടമില്ല. ഞാൻ സംസാരിക്കുന്നതിന് മുൻപ് ചിന്തിക്കുവാൻ അല്പം സമയമെടുത്തെന്നാൽ ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് പിന്നീട് ഞാൻ ഭാരപ്പെടേണ്ടി വരില്ല. ഭോഷൻ ചിന്തിക്കാതെ എല്ലാം വിളിച്ചു പറയും, എന്നിട്ട് പിന്നെ കിടന്ന് കുഴയും. ഏതെങ്കിലും വിധത്തിലുള്ള അറിവിൽ അവൻ ഒരു താല്പര്യവുമില്ല. 3 വാക്യത്തിൽ നാം കാണുന്നത്, ദുഷ്ടനോടുകൂടെ അപമാനവും ദുഷ്കീർത്തിയോടുകൂടെ നിന്ദയും വരുന്നു. ചിലർ എവിടെ പോയാലും സന്തോഷത്തിന് കാരണമാകും. മറ്റു ചിലർ പോയി കഴിഞ്ഞാലാണ് സന്തോഷമുണ്ടാകുന്നത്. അതെത്ര പരമാർത്ഥമായിട്ടുള്ള ഒരു ചൊല്ലാണല്ലേ. ചിലപ്പോൾ ചിലർ മറ്റുള്ളവർക്ക് ഭാരമായിരിക്കും. ഇവരാണ് ലോകത്തിൽ വലിയ ദുഃഖം കൊണ്ടുവരുന്നത്. അവർ എല്ലായ്പ്പോഴും ഒരു മുള്ളാണ്. കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളില്ല എന്ന് പറയില്ലേ, അതുതന്നെ. എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കും. ഒരു മുള്ളുപോലെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള വ്യക്തികൾ. അവർ ചിന്തിക്കുന്നത് അവരുടെ ആ പ്രവർത്തനത്താൽ ഏതാണ്ട് വലിയ ഗുണമുണ്ടാകുന്നു എന്നത്രേ. ഒന്നും ഉണ്ടാകുന്നില്ല. 4 വാക്യം നോക്കിക്കാട്ടെ. മനുഷ്യൻ്റെ വായിലെ വാക്ക് ആഴമുള്ള വെള്ളവും ജ്ഞാനത്തിൻ്റെ ഉറവ് ഒഴുക്കുള്ള തോടും ആകുന്നു. ജ്ഞാനത്തിൻ്റെ ഉറവ്, ഒഴുക്കുള്ള തോട്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വിശ്വാസിയും പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടവനാണെന്ന് ബൈബിൾ പറയുന്നു. പരിശുദ്ധാത്മാവ് അധിവസിക്കുന്ന മന്ദിരമാണ് അങ്ങനെയുള്ളവരുടെ ശരീരം. കൂടാരപ്പെരുന്നാളിൻ്റെ സമയത്ത് വെള്ളം ഒഴിക്കുന്ന അവസരത്തിൽ കർത്താവായ യേശു ദൈവാലയത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞത് യോഹന്നാൻ്റെ സുവിശേഷം 7 അധ്യായത്തിന് 37, 38 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. എന്നിട്ട് യോഹന്നാൻ ഇത് നമുക്ക് വേണ്ടി വ്യാഖ്യാനിക്കുന്നതൊന്ന് ശ്രദ്ധിച്ച് 39 വാക്യത്തിൽ, അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു.
ഒരു ദൈവ പൈതൽ പരിശുദ്ധാത്മ ശക്തിയിൽ സംസാരിക്കുവാൻ പഠിക്കണം. ദൈവവചനം അവതരിപ്പിക്കുന്നതിലും ദൈവിക കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിലും ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കാര്യം എല്ലായ്പ്പോഴും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 5-ാം വാക്യം നോക്കിക്കാട്ടെ. നീതിമാനെ ന്യായവിസ്താരത്തിൽ തോൽപ്പിക്കേണ്ടതിന് ദുഷ്ടൻ്റെ പക്ഷം പിടിക്കുന്നത് നന്നല്ല. എത്ര കൃത്യമായ സദൃശവാക്യം! വളരെ പ്രായോഗികമായ ഒന്ന്. ഇന്ന് അനേകം സ്ഥലത്തും കാണുന്ന ഒരു മോശമായ സംഗതിയാകുന്നു ഇത്. ദൈവമക്കളുടെ ഇടയിൽ പോലും ഇത് കാണുന്നു. ഏത് ദുഷ്ടൻ്റെ പക്ഷം പിടിച്ചും ഒരു നീതിമാനെ തോൽപ്പിക്കുവാൻ ശ്രമിക്കുന്നവർ എത്ര വലിയ അന്യായമാണ് ചെയ്യുന്നതെന്നറിയാമോ? ഒരു നീതിമാനെ തോൽപ്പിക്കുവാൻ ഒരു ദുഷ്ടനോടോ ഒരു നിയമനിഷേധിയോടോ കൂട്ടുകൂടരുത്. ഇത് വ്യക്തികളെ സംബന്ധിച്ച് പറയാവുന്നതാണ്. ഇത് രാഷ്ട്രങ്ങൾക്കും പ്രാവർത്തികമാണ്. എത്രയെത്ര രാജ്യങ്ങളാണ് ഏറ്റവും മോശപ്പെട്ടവരുമായി കൂട്ടുപിടിക്കുന്നത്. ഇന്ന് ഇത് സഭകളെക്കുറിച്ചും പറയാവുന്നതാണ്. ഈ സദൃശവാക്യങ്ങൾ വളരെ പ്രായോഗികവും അവ ജീവിതത്തിൽ അതുപോലെ ചെലുത്താവുന്നവയും ആകുന്നു എന്ന് മറക്കരുത്. ഇനിയും 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. മൂഢൻ്റെ അധരങ്ങൾ വഴക്കിനിടയാക്കുന്നു, അവൻ്റെ വായ തല്ല് വിളിച്ചു വരുത്തുന്നു. മൂഢൻ്റെ വായ അവന് നാശം, അവൻ്റെ അധരങ്ങൾ അവൻ്റെ പ്രാണന് കെണി. ഏഷണിക്കാരൻ്റെ വാക്ക് സ്വാദ് ഭോജനം പോലെ ഇരിക്കുന്നു, അത് വയറ്റിൻ്റെ അറകളിലേക്ക് ചെല്ലുന്നു. ഏഷണിക്കാരൻ്റെ വാക്കുകൾ ആത്മാവിലേക്ക് തുളച്ച് ചെല്ലുന്നു എന്നാണ് നാം കണ്ടത്. വീണ്ടും നാം ഭോഷൻ്റെ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നാം ആരെയും നിസാര അല്ലെങ്കിൽ ഭോഷ എന്ന് വിളിക്കരുതെന്ന് കർത്താവ് നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ദൈവം ചിലരെ ഭോഷന്മാരെന്ന് വിളിക്കുന്നു. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിന് അവരെ അറിയാം എന്നുള്ളതാണ്. ഭോഷൻ പ്രശ്നത്തിൻ്റെ ഉറവിടമാകുന്നു എന്ന് നാം വീണ്ടും കാണുന്നു. അവനാണ് എല്ലായ്പ്പോഴും വഴക്കുണ്ടാക്കുന്നവൻ, വഴക്ക് ഇളക്കുന്നവൻ, പരാതികൾ നൽകുന്നവൻ അവനാണ്. കുറ്റം കണ്ടുപിടിക്കുന്നവൻ അതിന് മാത്രമാണ് അവൻ ശ്രമിക്കുന്നത്. പലരും കുറ്റം കണ്ടുപിടിക്കുവാൻ മഹാമിടുക്കന്മാരാണ്. എന്നാൽ ആരെങ്കിലും നല്ല കാര്യം ചെയ്തെന്നാൽ ഒന്ന് അഭിനന്ദിക്കുവാൻ ഈ പറഞ്ഞവരെ കൊണ്ട് സാധിക്കില്ല. ആരോ പറഞ്ഞു, തേനീച്ച തേൻ ഉണ്ടാക്കുന്നതിൽ അതിനെ അഭിനന്ദിക്കാറില്ല, എന്നാൽ അതെങ്ങാണം ഒന്ന് കുത്തിയാൽ വിമർശിക്കുവാൻ എല്ലാവരും മുമ്പിലുണ്ട്. സത്യമാണ്. നാം പലപ്പോഴും മറന്നു പോകുന്നതായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണിവ. നാം മറ്റുള്ളവരിലെ നന്മ കണ്ടുപിടിക്കുവാൻ എപ്പോഴെങ്കിലും ശ്രമിക്കാറുണ്ടോ? ഇന്നാരെൻ്റെ ജീവിതത്തിൽ വന്നത് എനിക്ക് വളരെ അനുഗ്രഹമായി എന്ന് ആരെക്കുറിച്ചെങ്കിലും പറയുവാനായി താങ്കൾ താല്പര്യപ്പെടാറുണ്ടോ? എന്നാൽ എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ പിറുപിറുപ്പും ശാപവാക്കുകളും എപ്പോഴും ഉണ്ടാകില്ലേ? 10-ാം വാക്യം. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. യഹോവയുടെ നാമം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം കൂടിയാകുന്നു. അവനെ യേശു എന്ന് വിളിച്ചിരിക്കുന്നതിന് കാരണം അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കും എന്നതിനാലാണ്. അവനെ ക്രിസ്തു എന്ന് വിളിച്ചിരിക്കുന്നത് അവൻ അഭിഷിക്തനായതിനാലാണ്. അവിടുന്ന് നമ്മുടെ ജീവൻ്റെയും രക്ഷയുടെയും കർത്താവാകും. കർത്താവ് ബലമുള്ള ഗോപുരമാകുന്നു. താങ്കൾക്കതിലേക്ക് ഓടിച്ചെന്ന് പൂർണ്ണമായും സുരക്ഷിതമായിരിക്കാവുന്നതാണ്. കുട്ടികളോട് സംസാരിക്കുവാൻ അനേകരും ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്യമത്രേ ഇത്. ഇത് സുരക്ഷിതത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടുത്തെ കരങ്ങളിൽ നിന്നും ആർക്കും നമ്മെ പിടിച്ചു പറിക്കുവാൻ കഴിയില്ല എന്നാണ് ഇത് സംസാരിക്കുന്നത്. ഇതെത്ര മനോഹരമായ ഒരു ചിത്രമാണല്ലേ. നമുക്ക് അഭയം പ്രാപിക്കുവാൻ കൊള്ളാകുന്ന ഇടം മറ്റൊന്നുമില്ല. എവിടെ ചെന്ന് അഭയം പ്രാപിച്ചാലും അത് നമ്മെ ചതിക്കും. യഹോവയുടെ നാമം അധികാരമുള്ള നാമമാണ്. യേശുവിൻ്റെ നാമം അധികാരമുള്ള നാമമാണ്. അത് ആശ്രയിക്കുന്നവർക്ക് സഹായമായ നാമമാകുന്നു. ഇത് നാം മറക്കരുത്. ഈ ലോകത്തിൽ ആശ്രയിക്കുവാൻ കൊള്ളാവുന്ന ഇടം ഏതാകുന്നു? എവിടെ ആശ്രയിച്ചാലും എവിടെ അഭയം ചൊല്ലിയാലും നിരാശ മാത്രം. പണത്തിലാകട്ടെ, പദവിയിലാകട്ടെ, സുഖ സൗകര്യങ്ങളിലാകട്ടെ, നമ്മുടെ പ്രിയപ്പെട്ടവരിലാകട്ടെ, നിങ്ങൾ അഭയം തേടൂ. നിങ്ങൾ അതിനു മുൻപ് ആരോടെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് പോകൂ. ഈ പറഞ്ഞതിലൊക്കെ അഭയം തേടിയവർ നിരാശിതരായിട്ടുണ്ട്. എന്നാൽ യഹോവയുടെ നാമത്തിൽ യേശുവിൽ ആശ്രയിച്ചിട്ടുള്ള ആരും ഒരു നാളും ലജ്ജിച്ചു പോയിട്ടില്ല. അത് സാക്ഷിക്കുവാൻ ആയിരങ്ങളുണ്ട്. 11-ാം വാക്യത്തിൽ നാം കാണുന്നത്,
ധനവാന് തൻ്റെ സമ്പത്തുറപ്പുള്ള പട്ടണം, അത് അവന് ഉയർന്ന മതിൽ ആയി തോന്നുന്നു. ഇസ്രായേലും പുതിയ നിയമസഭയും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട് എന്ന കാര്യം നാം അംഗീകരിക്കണം. തൻ്റെ ജനമായ ഇസ്രായേൽ മക്കൾക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ഭൗതിക സമൃദ്ധി. എന്നാൽ അവൻ അത് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടില്ല. ദൈവം അവർക്ക് നിറഞ്ഞ ഒരു ബാസ്ക്കറ്റ്, ഒരു കുട്ടയാണ് വാഗ്ദാനം ചെയ്തത്. അവിടുന്ന് തൻ്റെ വചനം അതുപോലെ നിറവേറ്റിയിട്ടുമുണ്ട്. ശിക്ഷ എന്നവണ്ണം അവരുടെ സമ്പത്ത് അവൻ എടുത്തു കളയുമെന്ന് ദൈവം അരുളി ചെയ്തു. സഭ ഇസ്രായേലിൻ്റെ തുടർച്ചയല്ല. അങ്ങനെ ഇടയ്ക്കിടെ പ്രസംഗിച്ച് കേൾക്കാറുണ്ട് എന്നത് ഉറപ്പാണ്. യഹൂദ മതത്തിൻ്റെ അടുത്ത പടിയല്ല സഭ. താങ്കൾക്ക് വേണമെങ്കിൽ ഒരു സാമ്യപ്പെടുത്തൽ നടത്താവുന്നതാണ്. അനേകം സാമ്യങ്ങളുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ വ്യത്യാസം അതിനേക്കാൾ കൂടുതലാകുന്നു. സഭയ്ക്ക് ഭൗതിക സമൃദ്ധി വാഗ്ദാനം ചെയ്തിട്ടില്ല. വിശ്വാസികൾ എന്ന നിലയിൽ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളുമാണ്. ഒരു ദൈവപൈതൽ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അവൻ ബലമുള്ള ഗോപുരത്തെങ്കിലേക്ക് ചെന്നെത്തേണ്ടതുണ്ട്. അവൻ ഈ ബലമുള്ള പട്ടണത്തിൽ ഉയർന്ന മതിലുകൾക്കുള്ളിൽ ആയിരിക്കേണ്ടതുണ്ട്. എന്താണത്? അത് ദൈവവചനത്തിൻ്റെ അറിവാകുന്നു. നാം ജീവിക്കുന്നത് വളരെ പ്രയാസമുള്ള സമയത്താകുന്നു എന്നും നാം പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നും നാം ഗ്രഹിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നാം എപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടെ വേണം ജീവിക്കേണ്ടത്. ദൈവവചനത്തിൻ്റെ അറിവ് ഇക്കാലത്ത് എത്രമാത്രം പ്രധാനപ്പെട്ട കാര്യമാകുന്നു എന്ന് ഓർക്കണം. ദൈവവചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുന്നതിന് പകരം മറ്റൊന്നുമില്ല എന്ന് നാം മറക്കരുത്. ദൈവവചനം വായിക്കുവാൻ പഠിക്കൂ സുഹൃത്തേ. അത് ധ്യാനിക്കുവാൻ പഠിക്കൂ. അഥവാ താങ്കൾക്ക് മനസ്സിലായില്ല എങ്കിൽ വീണ്ടും വീണ്ടും വായിക്കുക. അങ്ങനെ വായിച്ചിട്ടും മനസ്സിലാകുന്നില്ല എങ്കിൽ അത് കർത്താവിനോട് പറയുക. താങ്കളെ സഹായിക്കുവാൻ അവനോട് പറയുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അധ്യാപകനാകുന്നു. അവനാണ് നമുക്ക് വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇനി 13-ാം വാക്യത്തിലേക്ക് വരാം. 18-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. കേൾക്കും മുമ്പേ ഉത്തരം പറയുന്നവൻ അത് ഭോഷത്വവും ലജ്ജയുമായിത്തീരുന്നു. പുരുഷൻ്റെ ധീരത അവൻ്റെ ദിനത്തെ സഹിക്കും. ഒരു വ്യക്തിയെയോ അയാളുടെ പ്രശ്നങ്ങളെയോ അയാൾ ആയിരിക്കുന്ന സാഹചര്യത്തെയോ അറിയുന്നതിന് മുൻപ് അയാളെ വിധിക്കുന്നതിന് ആളുകൾ ശ്രമിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? എന്തുകൊണ്ട് ഇന്നാരെ അങ്ങനെ പറഞ്ഞു എന്നോ അയാൾക്കുള്ള ബുദ്ധിമുട്ടുകൾ അഥവാ പരിമിതികൾ എന്തൊക്കെയാകുന്നു എന്നോ ചിന്തിക്കാതെ അയാളെ കുറ്റപ്പെടുത്തുന്നത് ഭോഷത്വമാണ്. അനേകരും ഇങ്ങനെ ഒരു സാഹചര്യത്തിന് അടിമയാണ്. നാം എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുന്നതിന് മുൻപ് എല്ലാ വസ്തുതകളും ഉണ്ടായിരിക്കുക എന്നത് എത്രയോ പ്രധാനപ്പെട്ട സംഗതിയാകും. അവിടുന്നും ഇവിടുന്നും എന്തെങ്കിലും കേൾക്കുകയോ നാം ചിന്തിച്ചെടുത്ത ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പിടിപ്പിക്കുകയോ ചെയ്യരുത്. അതൊക്കെ എപ്പോഴും ഭോഷത്വത്തിന് കാരണമാകും. കൂടുതൽ ചിന്താക്കുഴപ്പങ്ങൾ മാത്രമേ അതുണ്ടാക്കൂ. 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പുരുഷൻ്റെ ധീരത അവൻ്റെ ദീനത്തെ സഹിക്കും, തകർന്ന മനസ്സിനെയോ ആർക്ക് സഹിക്കാം. നിങ്ങളുടെ കാൽ പൊട്ടിയെന്നാൽ ചികിത്സയൊക്കെ ചെയ്ത് അതിൽ നിന്നും രക്ഷപ്പെടാവുന്നതാണ്. കൈ ഒടിഞ്ഞെന്നാൽ അതും ഏതെങ്കിലും വിധത്തിലൊക്കെ നിങ്ങൾക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. എന്നാൽ നിങ്ങളുടെ മനസ്സാണ് തകർന്നതെങ്കിലോ? അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മുഴുവനായും തകർന്നിരിക്കും. ഈ പറഞ്ഞതുപോലെ ഒരു സമയത്ത് താങ്കളെ പ്രോത്സാഹിപ്പിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. നെഹമ്യാവ്, അവൻ ദേശാധിപതി ആയിരുന്നപ്പോഴും അവർ മതിൽ പണിത് കഴിഞ്ഞപ്പോഴും അവർ ദൈവവചനം കേട്ടിരുന്നില്ല. എന്നാൽ ദൈവവചനം അവർ വായിച്ച് കേട്ടപ്പോഴാണ് തങ്ങൾ ദൈവത്തിൽ നിന്ന് എത്രമാത്രം അകന്നുപോയി എന്ന് മനസ്സിലാക്കി അവർ കരഞ്ഞത്. നെഹമ്യാവ് അവരോട് കരയരുത് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത്, യഹോവയിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നു എന്നത്രേ. യഹോവയിലെ സന്തോഷം നമ്മുടെ ബലമാകുന്നു എന്നറിയുന്നത് എത്രമാത്രം പ്രധാനപ്പെട്ട വസ്തുതയാണ്. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തിയായിരിക്കുമ്പോൾ, അവന് നമ്മിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം ഉണ്ടായിരിക്കുമ്പോൾ നമുക്ക് ആ തകർന്ന ഹൃദയം ഉണ്ടാകയില്ല എന്ന് നാം ഓർക്കണം. യജമാനൻ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലെ സന്തോഷം വ്യക്തമാണ്. കർത്താവിനും അവൻ്റെ ഇഷ്ടത്തിനുമാകുന്ന ജീവിതത്തിൽ മുൻഗണനയെങ്കിൽ മറ്റെല്ലാം അതിൻ്റേതായ വഴിക്ക് തന്നെ വരും. ദൈവത്തിന് ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകുക. താങ്കളുടെ സമയം, താങ്കളുടെ പരിശ്രമങ്ങൾ, ചിന്തകൾ, പണം, സഹകരണം, അങ്ങനെ എല്ലാം അവന് നൽകിയിട്ട് തുടർന്ന് സംഭവിക്കുന്നത് എന്താകുന്നു എന്ന് കാണുക. നിങ്ങൾ അതിന് ശ്രമിച്ചിട്ടുണ്ടോ?
ഞാൻ ഇനി 16-ാം വാക്യം വായിക്കാം. മനുഷ്യൻ വയ്ക്കുന്ന കാഴ്ചയാൽ അവന് പ്രവേശനം കിട്ടും, അവൻ മഹാന്മാരുടെ സന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും. ഈ വാക്യം ദാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ക്രിസ്തുവിലുള്ള എല്ലാ വിശ്വാസിക്കും വരങ്ങളുണ്ട്, ആത്മാവിൻ്റെ വരങ്ങൾ. ഇവിടെ ആർക്കെങ്കിലും കൈക്കൂലി കൊടുക്കുന്നതിനെക്കുറിച്ചല്ല പറയുന്നത്. 21-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു എന്ന് ഇത് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ചിന്തിക്കണം. സുവിശേഷം നൽകുവാനായി താങ്കളുടെ നാവ് നൽകാവുന്നതാണ്. ഇത് ജീവൻ നൽകുക തന്നെ ചെയ്യും. മനുഷ്യരെ ദൈവത്തിൽ നിന്നും അകറ്റിക്കൊണ്ടു പോകുന്ന കാര്യങ്ങൾ പറയുവാനും ഈ നാവ് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ വരുമ്പോൾ അത് മരണത്തിൻ്റെ ആയുധമാകുന്നു. ഈ ലോകത്തിലെ ശക്തമായ ആയുധങ്ങളിൽ ഒന്നത്രേ നാവ്. ബൈബിളിൽ നാവിനെക്കുറിച്ച് വളരെയേറെ പറഞ്ഞിട്ടുണ്ട്. ഇതിലധികവും സദൃശവാക്യങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നാം ഈ അധ്യായങ്ങളൊക്കെ പഠിച്ചപ്പോൾ കണ്ടതാണ്. ഇനി 22-ാം വാക്യം നോക്കിക്കാട്ടെ. ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു, യഹോവയോട് പ്രസാദം ലഭിച്ചുമിരിക്കുന്നു. ദൈവവചനത്തിൽ കഴിഞ്ഞ 2 വാക്യങ്ങൾ ഒരുമിച്ച് വന്നതിൽ ചിരിക്കാതിരിക്കുവാൻ തരമില്ല. ദൈവത്തിൻ്റെ ആത്മാവാണ് അവയെ ഒരുമിച്ച് വെച്ചത് എന്നതിൽ ഒരു തർക്കവും എനിക്കില്ല. ഇനിയും ഞാൻ പറയുന്നത് തെറ്റായ വ്യാഖ്യാനമാകുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. എവിടെങ്കിലും പെണ്ണും ചെറുക്കനും തമ്മിൽ കണ്ട് അവർ നാവ് ഉപയോഗിച്ച് ആലോചന ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയണം. അതാണല്ലോ എല്ലാവരും ചെയ്യുന്നത്. സാധാരണ ചെയ്യാറുള്ളത് അതാണ്. കല്യാണം ഉറയ്ക്കുന്നതിന് മുൻപ് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം. അങ്ങനെ മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു എന്ന് ചുരുക്കം. ഇവിടെ തെറ്റിയാൽ ആകെ തെറ്റി എന്ന് മറക്കരുത്. വിവാഹം സ്ഥാപിച്ചത് ദൈവമാണ്, അത് മനുഷ്യൻ്റെ സന്തോഷത്തിനാണ്. എന്നാൽ ദൈവഹിതത്തിന് വെളിയിൽ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതാണ് അനേകരുടെയും പ്രശ്നം. ഒരു നല്ല ഭാര്യയെ കിട്ടുക എന്നത് വലിയ അനുഗ്രഹമാകുന്നു. ഭർത്താവിനെ മനസ്സിലാക്കുകയും ഭർത്താവിനെ കരുതുകയും ചെയ്യുന്ന ഭാര്യ. ഇന്ന് ഇതെല്ലാം പഴങ്കഥകളായി തീർന്നിരിക്കുകയാണ്. ആർക്കും ഇത് പ്രശ്നമേ അല്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ തകർന്ന കുടുംബങ്ങളിലെ തകർന്ന ജീവിതങ്ങളാണ് നാം നമുക്ക് ചുറ്റും കാണുന്നത്. 23-ഉം 24-ഉം വാക്യങ്ങൾ കൂടി ഞാൻ വായിക്കാം. ദരിദ്രൻ യാചനാരീതിയിൽ സംസാരിക്കുന്നു, ധനവാനോ കഠിനമായി ഉത്തരം പറയുന്നു. വളരെ സ്നേഹിതന്മാരുള്ള മനുഷ്യന് നാശം വരും, എന്നാൽ സഹോദരനേക്കാളും പറ്റുള്ള സ്നേഹിതന്മാരും ഉണ്ട്. താങ്കൾക്ക് സ്നേഹിതന്മാരെ ആവശ്യമെങ്കിൽ താങ്കൾ തന്നെ ഒരു സ്നേഹിതനാകുക. താങ്കളുടെ സ്നേഹിതന്മാർക്ക് താങ്കൾ ഒരു യഥാർത്ഥ സ്നേഹിതനാണോ എന്ന് ഒന്ന് സ്വയപരിശോധന ചെയ്യുക. ഇവിടെ പറയുന്നു, എന്നാൽ സഹോദരനേക്കാളും പറ്റുള്ള സ്നേഹിതന്മാരുമുണ്ട് എന്ന്. അതാരാണ് എന്ന് താങ്കൾക്കറിയാമോ? അതെ, അത് കർത്താവായ യേശു ആകുന്നു. അവൻ പറയുന്നു, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. താങ്കൾ അവനെ അനുസരിക്കുന്നില്ല എങ്കിൽ താങ്കൾ അവൻ്റെ സ്നേഹിതന്മാരിൽ ഒരുവനായിട്ടില്ല. ക്രിസ്തു താങ്കളുടെ സ്നേഹിതനായി തീർന്നിട്ടുണ്ടോ? ചിന്തിച്ചാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 18:10. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ടേറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ്കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസമില്ല. എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. എത്ര വചനങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അല്ലേ? ഈ വചന കേൾവി ക്രിസ്തുയേശുവിലേക്ക് ഞങ്ങളുടെ കേൾവിക്കാരെ എത്തിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതെ, അതുമാത്രമാണ് മനുഷ്യൻ്റെ രക്ഷയ്ക്കുള്ള ഏകമാർഗം. ഈ സമയം പ്രയോജനപ്പെടുത്തിയാലും
ഇപ്പോളാകുന്നു സുപ്രസാദ കാലം, ഇപ്പോളാകുന്നു രക്ഷാദിവസം. പ്രസാദകാലത്ത് ഞാൻ നിനക്കുത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് ദൈവം അരുളി ചെയ്യുന്നുവല്ലോ.